Hey guys, welcome back. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെബ്സൈറ്റാണ് പരിചയപ്പെടാൻ പോകുന്നത്, pikbest.com. ടെംപ്ലേറ്റ്സ്, PNG ഇമേജസ്, സൗണ്ട് എഫക്ട്സ്, മ്യൂസിക്, ഇൻട്രോസ്, ലോഗോ ആനിമേഷൻസ്, ടെക്സ്റ്റ് ആനിമേഷൻസ്, യു നെയിം ഇറ്റ്. ഒരു ഡിസൈനർക്ക് അല്ലെങ്കിൽ വീഡിയോ എഡിറ്റേഴ്സിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് നാളായിട്ട് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്യുവാണ്. നമ്മുടെ എഡിറ്റിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ വർക്കിന് ഒരു പ്രൊഫഷണൽ ലുക്ക് കൊണ്ടുവരാനും ഈ വെബ്സൈറ്റിലെ ആസറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് സോ ഗുഡ്. നമുക്ക് വേണ്ട ടെംപ്ലേറ്റ്സ് ബ്രൗസ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ആൻഡ് ഈ ആസറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലസ് ഇതെല്ലാം റോയൽറ്റി ഫ്രീ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് ഈ ആസറ്റ്സ് എല്ലാം കോപ്പിറൈറ്റ് പ്രോബ്ലം ഇല്ലാതെ യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മളിവിടെ സൈനപ്പ് ചെയ്യണം. ഇവിടെ സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇമെയിൽ, ട്വിറ്റർ, ഫേസ്ബുക്ക് ഇതെല്ലാം യൂസ് ചെയ്ത് ഫ്രീ ആയിട്ട് സൈനപ്പ് ചെയ്യാം. ആൻഡ് നിങ്ങൾ സൈനപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം ഒരു ആസറ്റ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ഈ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾ സൈനപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 7 ഡേ ഫ്രീ ട്രയൽ കിട്ടും. അതായത് 7 ദിവസത്തേക്ക് ഈ വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. സോ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യല്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് കയറി സൈനപ്പ് ചെയ്യാം. ആൻഡ് നിങ്ങൾ 7 ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, അതിൽ സംശയമൊന്നുമില്ല. ആൻഡ് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് മുമ്പോട്ട് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കണം. ആൻഡ് പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പ്ലാനാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആ പ്ലാൻ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണ് അല്ലെങ്കിൽ ഡിസൈനറാണ് ഓർ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് 100% വർത്ത് ആയിരിക്കും. ബിക്കോസ് ഈ വെബ്സൈറ്റിലെ ആസറ്റ്സ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. ക്ലീൻ ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. ആൻഡ് വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാം. ക്രിസ്മസ് ഒക്കെ വരുമല്ലേ, നമുക്ക് ക്രിസ്മസിൻ്റെ ഡിസൈൻസും എല്ലാം സെർച്ച് ചെയ്യാം. ഇവിടെ കുറേ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റ് വേണോ, ഇല്ലുസ്ട്രേറ്റർ ഡോക്യുമെൻറ്റ് വേണോ, EPS ഡോക്യുമെൻറ്റ് വേണോ, അല്ലെങ്കിൽ PNG വേണോ, അല്ലെങ്കിൽ DWG വേണോ, ആൻഡ് JPG വേണോ, ഇതിലേതെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പ് ഡോക്യുമെൻറ്റ് യൂസ് ചെയ്യുവാണ്. ആൻഡ് ഇഷ്ടം പോലെ ഡിസൈൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. കുറേ ഡിസൈൻസ് ഉണ്ട്. ആൻഡ് ക്രിസ്മസ് ഡിസൈൻസ് മാത്രമല്ല, വെഡ്ഡിങ് ഇൻവിറ്റേഷൻസ്, ന്യൂ ഇയർ കാർഡ്സ്, ബർത്ത്ഡേ കാർഡ്സ്, ബിസിനസ് കാർഡ്സ്, ഇങ്ങനെ നമുക്ക് വേണ്ട ഡിസൈൻസ് എല്ലാം ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ യൂട്യൂബ് തംബ്നെയിൽ ഡിസൈൻസ് സെർച്ച് ചെയ്ത് നോക്കാം. ആൻഡ് സെർച്ച് ചെയ്തപ്പോൾ ഇഷ്ടം പോലെ തംബ്നെയിൽ ഡിസൈൻസ് വന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ട് മൗസ് വെച്ച് കഴിയുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് ക്ലിക്ക് ടു സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോൾ ഫയൽ ഡൗൺലോഡ് ആയിക്കോളും. ആൻഡ് ഫയൽ ഇവിടെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ടെംപ്ലേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഡിസൈൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു സിപ്പ് ഫയൽ ആയിരിക്കും കിട്ടുന്നത്. അത് അൺസിപ്പ് ചെയ്യണം. ഞാൻ അൺസിപ്പ് ചെയ്തപ്പം എനിക്കൊരു PSD ഫയൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഫോട്ടോഷോപ്പിലേക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഡിസൈൻ. നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് ആദ്യം ചേഞ്ച് ചെയ്യാം. റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ലെയേഴ്സ് എല്ലാം കാണാം. ഫോട്ടോഷോപ്പിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഐഡിയ ഉള്ളവർക്ക് ഇത് ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ടൈപ്പ് ടൂൾ എടുക്കുവാണ്. ഇനി എനിക്ക് ചേഞ്ച് ചെയ്യേണ്ട ടെക്സ്റ്റ് ലെയറിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുവാണ്. സോ ഇങ്ങനെ ഒരു വാർണിംഗ് കാണിക്കും. ഈ ഫോണ്ട് ഞാൻ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ നമുക്ക് റീപ്ലേസിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹാപ്പി ക്രിസ്മസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് Ctrl+T ഉപയോഗിച്ച് അതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കളർ ഒരു റെഡ് കളർ ആക്കുവാണ്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ടെക്സ്റ്റോ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് Ctrl+J ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്കിത് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവെക്കാം. ഒന്നുകൂടെ ഞാൻ Ctrl+J ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കുവാണ്. സോ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇതുപോലെ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള ടെംപ്ലേറ്റ്സ് നമുക്ക് പിക്ബെസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ സെക്ഷൻ ഒന്ന് നോക്കാം. വീഡിയോ സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഓൾ കാറ്റഗറീസിൽ ഞാൻ വീഡിയോ സെലക്ട് ചെയ്യുവാണ്. വീഡിയോ സെക്ഷൻ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ മ്യൂസിക് കാണാം. ഇവിടെ കുറേ നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്സ് ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ നോൺ കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്സ് ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ജോണറും ടൈപ്പും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേണ്ട ടൈപ്പ് ഓഫ് മ്യൂസിക് സോർട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അടുത്തായിട്ട് സൗണ്ട് എഫക്ട്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. ആൻഡ് ഇഷ്ടം പോലെ ഹൈ ക്വാളിറ്റി സൗണ്ട് എഫക്ട്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ സെക്ഷൻ വീണ്ടും ഓപ്പൺ ചെയ്യാം. ആൻഡ് ഇവിടെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിന് മാത്രമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. സിനിമ 4Dക്ക് വേണ്ടി മാത്രമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. പ്രീമിയർ പ്രോയ്ക്ക് വേണ്ടി മാത്രമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം. അങ്ങനെ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമ്മുടെ യൂസേജ് അനുസരിച്ചുള്ള ടെംപ്ലേറ്റുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സോർട്ട് ചെയ്തെടുക്കാം.
ആൻഡ് നമ്മൾ ഓരോ ടെംപ്ലേറ്റിൻ്റെ മുകളിൽ കൊണ്ട് മൗസ് വെക്കുവാണെങ്കിലും നമുക്ക് അതിൻ്റെ പ്രീവ്യൂ കാണാം. നമുക്ക് ലോഗോ ആനിമേഷൻ ടെംപ്ലേറ്റ് സെർച്ച് ചെയ്ത് നോക്കാം. സോ ഇഷ്ടം പോലെ ലോഗോ ആനിമേഷൻസ് ഇവിടെ കാണാം. സോ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നും സിമ്പിൾ ലോഗോ ആനിമേഷൻസ് അല്ല, ലൈക്ക് ഒപ്പോസിറ്റ് ഉപയോഗിച്ച് ആനിമേറ്റ് ചെയ്തതോ ഫെയ്ഡ് അപ്പോ ഫെയ്ഡ് ഡൗണോ അതുപോലത്തെ സിമ്പിൾ ലോഗോ ആനിമേഷൻസ് ഒന്നുമല്ല. ഹൈ ക്വാളിറ്റി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോഗോ ആനിമേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലൈഡ് ഷോസും എല്ലാം സെർച്ച് ചെയ്ത് നോക്കാം. ഇഷ്ടം പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ലൈഡ് ഷോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലിറിക്കൽ വീഡിയോസ് നോക്കാം. സോ ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ കാണിക്കാനുണ്ട്, ഇന്നെങ്ങും തീരത്തില്ല. സോ ഞാൻ ഒരു ആഫ്റ്റർ എഫക്ട്സ് ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്ത പ്രോജക്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വാർണിംഗ് സൈൻ കാണാം. ഈ ഫോൺസ് ഒന്നും ഞാൻ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, സോ അത് റീപ്ലേസ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഓക്കെ പ്രസ് ചെയ്യുവാണ്. സോ ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ലോഗോ ആനിമേഷൻ. ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു മ്യൂസിക്കും വരുന്നുണ്ട്. ഞാൻ തൽക്കാലം അത് മ്യൂട്ട് ചെയ്യുവാണ്. ഇനി നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ ലോഗോ ചേഞ്ച് ചെയ്യണം. അത് കഴിഞ്ഞ് 2 ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, അത് രണ്ടും നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇവിടെ പ്രൊജക്റ്റിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ചേഞ്ച് ടെക്സ്റ്റ് ഹിയർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. അവിടെ കറക്റ്റായിട്ട് ലോഗോ ചേഞ്ച് ചെയ്യാനുള്ള കോമ്പോസിഷൻ, സ്ലോഗൻ ചേഞ്ച് ചെയ്യാനുള്ള കോമ്പോസിഷൻ ആൻഡ് ടൈറ്റിൽ ചേഞ്ച് ചെയ്യാനുള്ള കോമ്പോസിഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഈ കോമ്പോസിഷൻ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ലോഗോ, നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഏതൊരാൾക്കും സിമ്പിളായിട്ട് ഇതൊക്കെ ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് ലോഗോ ചേഞ്ച് ചെയ്യാനുള്ള കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലോഗോ ആദ്യം ഈ പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ടൈം ലൈനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇനി നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന ലോഗോ ഹൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലോഗോയുടെ സ്കെയിലും പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെയിൻ കോമ്പോസിഷൻ ഓപ്പൺ ചെയ്യാം. അതിന് നമ്മൾ റീപ്ലേസ് ചെയ്ത ലോഗോ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് രണ്ടും ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ചേഞ്ച് ഹിയർ ഫോൾഡർ ഓപ്പൺ ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് യുവർ സ്ലോഗൻ ഹിയർ കോംബോ ഓപ്പൺ ചെയ്യാം. ഇനി ഞാൻ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. അതിൻ്റെ അടുത്തായിട്ട് യുവർ ടൈറ്റിൽ ഹിയർ കോംബോ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മെയിൻ കോംബോ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സോ ഇങ്ങനെ ലോഗോ ആനിമേഷൻ ഞാൻ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ ഒത്തിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ബട്ട് ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം ഒരു 2 മിനിറ്റ് കൊണ്ട് എനിക്കിങ്ങനെ ഒരു പ്രൊഫഷണൽ ലുക്കിംഗ് ലോഗോ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. സോ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. ഞാനിവിടെ ലോഗോ ആനിമേഷൻ ടെംപ്ലേറ്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബട്ട് ഇത് മാത്രമല്ല, ആയിരക്കണക്കിന് വേറെ ടെംപ്ലേറ്റ്സ് ഈ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. സോ സൈനപ്പ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ സൈനപ്പ് ചെയ്തിട്ട് 7 ഡേ ഫ്രീ ട്രയൽ യൂസ് ചെയ്ത് നോക്കുക. സോ ഈ ഓപ്പർച്യൂണിറ്റി വെറുതെ മിസ് ചെയ്ത് കളയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.